ഇന്ന് ഞാനുള്ളത് സൗദിയിലെ ഏറ്റവും വലിയ മീൻ മാർക്കറ്റായ കത്തീഫ് മീൻ മാർക്കറ്റിലാണുള്ളത് കേട്ടോ. ഇവിടെ വൈകുന്നേരത്താണ് മീൻ മാർക്കറ്റ് തുടങ്ങുക. അറൗണ്ട് 5 മണിക്ക് ശേഷം മുതലൊരു 7:30 മണിയാവുന്നവരേക്കും ഇവിടെ മീൻ മാർക്കറ്റ് ഓപ്പണായിട്ടുണ്ടാവും. അതായത് ലേലം വിളി ഉണ്ടാവും. അപ്പോഴാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം കേട്ടോ. ഞാൻ എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി, 7:30 മണിയൊക്കെ കഴിഞ്ഞു. അത് കാരണം ഇവിടുത്തെ ലേലം വിളിയൊക്കെ കഴിഞ്ഞു. എന്നാലും മീൻ മാർക്കറ്റിനകത്ത് ആൾക്കാരുണ്ടാവും, നമുക്ക് കയറി കാണാം. അവിടുത്തെ മീൻ മാർക്കറ്റിലെ വിശേഷമൊക്കെ ഇന്ന് കാണാൻ കണ്ടല്ലേ. ഇതാണ് മീൻ മാർക്കറ്റ്. ഇത് പബ്ലിക്കിന് മീൻ വാങ്ങിക്കാനുള്ള സ്ഥലമാണ്, അതായത് റീറ്റെയിലാണ് ഇവിടെ കേട്ടോ. ഇതിൻ്റെ പുറയിലാണ് ഹോൾസെയിൽ, അവിടെയാണ് നമ്മൾ ഇത് ലേലം വിളി നടക്കുന്നത്. അവിടെ ഉള്ളി സൗദികൾ മാത്രമാണ് ഈ ലേലം വിളിക്കുന്നതും. വാഹനത്തിൽ കൊണ്ടുവരുന്ന മീൻ താഴെ ഇറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗദികൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇത് കടലിൻ്റെ നടുവിലാണ് ഈ മാർക്കറ്റ് കേട്ടോ. കടലിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് റോഡുണ്ടാക്കി അവിടെയാണ് ഈ മീൻ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടല്ലേ. ഇങ്ങനെ ഞാൻ ചുറ്റി കാണിച്ചു തരാം. ഈ ചുറ്റുവട്ടം കാണുന്നത് കടലാണ്, കടലും പിന്നെ ഇവിടെ നിങ്ങോട്ട് മീൻ മാർക്കറ്റുമാണ്. എന്തായാലും നമുക്കിന്ന് മീൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണാം. ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി മീൻ മാർക്കറ്റ് വിശേഷങ്ങൾ കാണാം കേട്ടോ. മീൻ മാർക്കറ്റ് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കേട്ടോ. ഇത് രാത്രിയാണ് ഇവിടെ കച്ചവടം എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് രാത്രി വന്നത്. പകൽ വന്നാലും ഇവിടെ ഒരു മനുഷ്യനും കാണില്ല. കുറച്ച് ഈ റീറ്റെയിലിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഭാഗത്താണ് പബ്ലിക്കിന് മീൻ വാങ്ങിക്കാനുള്ള സ്ഥലം. മറ്റുള്ളത് കടകൾക്കും അതിനും ഇതിനുമൊക്കെ മീൻ വാങ്ങാനുള്ള ഹോൾസെയിലാണ് ഇതിൻ്റെ ബാക്കിൽ. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഇവിടെയാണ് കയറിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഹോൾസെയിൽ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും കേട്ടോ. അവിടെ പൂർണ്ണമായും ബലദിയയുടെ അണ്ടറിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം എനിക്കും കുറച്ച് മീൻ വാങ്ങണം. അപ്പം അതുമൊക്കെ തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ ഞാൻ മീൻ മാർക്കറ്റിന് ഉള്ളിലേക്കാണ് വന്നത് കേട്ടോ. അവിടെ ലേലം വിളിക്കുന്ന സ്ഥലവും അത് കഴിഞ്ഞിട്ട് ഇവിടെ മീൻ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ഷോപ്പിനകത്തേക്ക് ഞാൻ വന്നു. ഇപ്പോൾ ഇവിടെ ഷോപ്പിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഷോപ്പിലെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മീൻ മാർക്കറ്റൊക്കെ അടച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു, അത് കാരണം അടച്ചേട്ടാ. അതൊക്കെ നിറച്ച് മീനുണ്ട്. ഒക്കെ മീൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ മീനുകളാണ് ഉള്ളതെന്ന് ഇവിടെ നോക്കി. എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഒക്കെ മീൻ ഇങ്ങനെ ട്രയൽ വെച്ചിരിക്കുകയാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. വലിയ വലിയ നെയ്മീനുണ്ട്, അത് മാത്രം എനിക്കറിയാം. അത് കഴിഞ്ഞ് കൊഞ്ചുണ്ട്, അതും എനിക്കറിയാം. അതുപോലെ ഇവിടെയുണ്ട് മീൻ മാർക്കറ്റ്. ഇതേ കണ്ടപ്പോൾ ജിങ്ക ഇതേ കണ്ട, ഇതൊക്കെ നോക്കിയാൽ എല്ലായിടത്തും കൊഞ്ചാണ്. ഇവിടെ ഇപ്പോൾ കൊഞ്ചിൻ്റെ സീസണാണ് കേട്ടോ. കൊഞ്ച് പിടിക്കാം. കുറേ നാളിവിടെ കൊഞ്ച് പിടിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പോൾ കൊഞ്ച് പിടിക്കുന്ന സീസണാണ്. എല്ലായിടത്തും കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന ഇതിലാണ്. ഇവിടെ ഇപ്പോൾ മീൻ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞു കേട്ടോ. ഇവിടെ 7:30 അപ്പോൾ ഞാൻ കൊഞ്ചെടുത്ത് അയാൾ കീസ് എടുക്കാൻ പോയതാണ്. ഇപ്പോൾ കീസ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അത് പോയിട്ട് കീസിലിട്ട് പോവാം. ഇവിടെ ഇനി കൂടുതൽ നേരം നിന്നിട്ട് കഥയില്ല. എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞല്ലേ. അതുപോലെ ലേലം വിളിക്കുന്ന സമയത്ത് ഞാൻ എത്തിയപ്പോൾ താമസിച്ചു പോയി. കുറച്ച് നേരത്തെ എത്തിയിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ പ്രാന്തൻ വേണ്ട. ഓഹോ, ഫിഷ് വാഹൽ സവർ എന്നത് പോലെ. ഇത് കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്ന നോക്കിയാൽ. ഇവിടെ ഈ അറ്റത്തോട്ട് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ മീൻ മാർക്കറ്റ്. ഇവിടെ പക്ഷേ സത്യത്തിൽ ഹോൾസെയിൽ മാർക്കറ്റാണ്. ഹോൾസെയിൽ ആൾക്കാർ മീൻ വാങ്ങിക്കാൻ വരുന്നതിൻ്റെ ഇതാണ്. മീൻ വലിയ മീൻ ഇങ്ങനെ എവിടെ നോക്കിയാലും കൊഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. മീനും നെയ്മീനല്ല, ഐക്കുറ. ഇതെല്ലാം ഐക്കുറ. അടിപൊളി അടിപൊളി. ഓക്കെ, എല്ലാം സെറ്റപ്പായിട്ട്. ഇത് വെളിയിൽ നിന്ന് വരുന്ന മീൻ. ഇത് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് വരുന്നത്. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. ഇത് വിദേശികൾ
ഇത് സാലമണാണ് കേട്ടോ. ഇത് സാലമണാണ്, അടിപൊളി സാലമൺ. എനിക്ക് എവിടെ നോക്കിയാലും കൊഞ്ചുണ്ട്. അപ്പോൾ മറ്റേ കത്തീഫ് മീൻ മാർക്കറ്റാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്നത്. ഈ കാണുന്നതെല്ലാം കത്തീഫ് മീൻ മാർക്കറ്റാണ്. ആവശ്യമായ ആൾക്കാർ വന്നിരുന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തീഫ് മീൻ മാർക്കറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ലേലം വിളി ഉണ്ട്. ഇവിടെ ലേലം വിളി കഴിഞ്ഞുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇവിടെ. എന്നാലും സമയം അവസാനിക്കാറായി മീൻ മാർക്കറ്റിൻ്റെ. രാത്രിയാണ് ഇവിടുത്തെ കച്ചവടം. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് ബാലൻസ് ഉള്ള മീനുകൾ വിറ്റ് തീർക്കുക, പിന്നെ അതങ്ങനെ ഐസിലാക്കുക. നിറച്ച് വണ്ടി കിടക്കുന്നുണ്ട്. ഈ വണ്ടികളെല്ലാം കയറ്റിട്ടുണ്ട്. ഈ റിയാദിലും അവിടെ ഇവിടെയൊക്കെ, അതായത് കടലില്ലാത്ത ഭാഗങ്ങളിലെല്ലാം മീൻ കൊണ്ടുപോകുന്നു ഇവിടെ നിന്നാണ്. മൊത്തം ഇവിടുത്തെ കടലിൽ നിന്ന് പിടിച്ചതാണ്. അതുപോലെ ഈ മീൻ മാർക്കറ്റ് ഇരിക്കുന്നത് ഫുള്ള് കടലിൻ്റെ നടുവിലാണ്. 4 സൈഡും കടലാണ്. കടലിൽ നിന്ന് ഒരു റോഡ് പോലെ പണിഞ്ഞ് അതിൻ്റെ മേലൊരു ഐലൻഡ് ഉണ്ടാക്കി അവിടെയാണ് ഈ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ തന്നെ ഇവിടെ ഇങ്ങനെ ആവശ്യം പോലെ മീനിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മീനിൻ്റെ വണ്ടികൾ നടക്കുന്നെങ്കിൽ അവിടെ എല്ലായിടത്തും മീൻ കയറ്റിയ ആൾക്കാർ. ഒത്തിരി മീനിൻ്റെ ബിസിനസ്, ഫുള്ള് മീൻ ബിസിനസ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് മൊത്തം ലേലം വിളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ മീനിവിടെ ഇട്ടിട്ട് ലേലം വിളിച്ച് ഈ ടേബിൾ കണക്കുണ്ട്. ഈ ടേബിളിലെല്ലാം മീൻ നിറച്ച് ഇങ്ങനെ ഇട്ടേക്കും. ഇപ്പോൾ മീനിവിടെ തീരാറായി കേട്ടോ. പറഞ്ഞ് സമയം കഴിഞ്ഞു നോക്കിയപ്പോൾ. അപ്പോൾ മൊത്തം വിദേശികളേ ഉള്ളൂ. മീനിൻ്റെ ലേലം വിളിക്കാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സൗദിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മീൻ ഞാനിങ്ങനെ കാണിച്ചു തരാം. ഈ താഴത്ത് കാണുന്നതെല്ലാം ഇവർ ചില്ലറ ലേലം വിളിച്ചതിന് ശേഷം ഈ കുട്ടയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിയെടുത്തിട്ട് അതിനെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. വാള ഒക്കെ ഉണ്ട് കേട്ടോ. വാള മീനൊക്കെ എന്തോ കണ്ടിട്ട് ഒരു ഈ രാത്രിയാണോ എന്നറിയില്ല, അത് വല്ലാതെ കളർ പോലെ തോന്നും. വലിയ മത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മത്തി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മത്തി ഒന്നും ഒരു ഫ്രഷ് പോലെ തോന്നില്ല. നോക്കിയാൽ വാള മീനുണ്ട്, ഇത് കിളിമീനോ ഇതൊക്കെയോ മീനുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ഒന്നും പേരറിയില്ല. എന്തായാലും കൊഞ്ച് നമ്മൾ കണ്ട് അറിയാം. ഇത് ഇവിടെ കണ്ടോ വാള ആവശ്യമുണ്ട്. എനിക്ക് വാള വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വാള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വാള നല്ലതല്ല, ഫ്രഷ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഉണക്കമീൻ പോലെ ഉണ്ടാവും. എന്തായാലും ഞാൻ അവിടെ നിന്ന് മീൻ വാങ്ങിയില്ല കേട്ടോ. ഞാൻ അകത്ത് വന്നിട്ട് മീൻ വാങ്ങാന്ന് കരുതി ഒന്നും കൂടി അകത്തേക്ക് വരിക. അതായത് ഞാൻ നേരത്തെ അകത്തുകൂടിയാണല്ലോ പുറത്തേക്ക് പോയത്, ഈ ലേലം വിളിക്കുന്ന ഭാഗത്തേക്ക്. അപ്പൊ എന്തായാലും വീണ്ടും അകത്തേക്ക് പോയിട്ട് നോക്കാം, അവിടെ നിന്ന് നല്ല മീൻ വാങ്ങാം. ഇവിടെ കണ്ട ഞണ്ടിരിക്കുന്നുണ്ട്, ആവശ്യം പോലെ ഞണ്ടുണ്ട്. ഞണ്ട് ഇങ്ങനെ താഴ്ചക്ക് വാരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആവശ്യം പോലെ മീനുകൾ. ഇത് പക്ഷേ ഈ ബംഗാളികളാണ് കൂടുതൽ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിൽക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ചില്ലറ ആൾക്കാർ വാങ്ങാൻ കുറേ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസും അങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും. അവർ വന്നാലിപ്പോ ഒരു ലേലം വിളിച്ച് മീൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കത് ഉപയോഗിക്കാൻ തന്നെ ഒരു 5-10 പേരില്ലാതെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചില്ലറ ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കും. ഇത് നല്ല വിലയ്ക്ക് നമുക്ക് വാങ്ങാം ഇവരെ എന്ന്. പക്ഷെ അത് അങ്ങനെ ഫ്രഷ് ആണെന്ന് നോക്കി വാങ്ങാൻ പറ്റില്ല. ചില സമയത്ത് നല്ല ഫ്രഷ് കിട്ടും, ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ആരും വാങ്ങാതിരിക്കുന്ന, അതായത് ലേലം വിളിക്കാതിരിക്കുന്ന മീനാണ് ഇവരെടുത്ത് ഇങ്ങനെ ചില്ലറയ്ക്ക് വിൽക്കുന്നത്. അത് കാരണം വാങ്ങാനും ഒരു മടി. പിന്നെ അതുമല്ല വല്ലാത്ത ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സാധനം എങ്ങനെ ഇരിക്കണം. നോക്കിയാൽ ഈ വാളയൊക്കെ കണ്ട എൻ്റെ ചേടയൊക്കെ പോയി വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇതൊരു ഫ്രഷ് കാണുന്നില്ല. ഇവന്മാര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വില കുറച്ച് വാങ്ങിയതായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്തതിന് കൂലിയായിട്ട് കൊടുത്തതും ഒക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ നെയ്മീൻ കാണുന്നുണ്ട്. നോക്കിയേ, ആവശ്യം പോലെ ഒരു കാര്യവും ഇല്ലാതെ ഞണ്ട് വാരി ഇങ്ങനെ വെളിയിൽ കളഞ്ഞിരിക്കുകയാണ്. ആർക്കും വേണ്ട, എല്ലാം നശിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഞണ്ടിലിപ്പോ ചതയുണ്ടാവാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ ചൂട് സമയമല്ലേ, അപ്പോഴത്തേക്കും മാംസം തീരെ കുറവായിരിക്കും. ഇവിടെയൊക്കെ ആൾക്കാർ കണ്ടോ ഐസ് ഇട്ട് മീൻ പാക്ക് ചെയ്ത് വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം അവര് ട്രേക്കകത്ത് പ്ലാസ്റ്റിക് വിരിച്ചിട്ട് പ്ലാസ്റ്റിക്കിനകത്ത് മീനിട്ട് പിന്നെ അതിന്റെ മേളിൽ ഐസ് ഇട്ടിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇത് എയർ കയറാതെ ദിവസങ്ങളോളം ഇരിക്കും. ഫ്രീസറുള്ള വണ്ടി അല്ലെങ്കിലും ദിവസങ്ങളോളം വെച്ചിരുന്ന് നമുക്ക് ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. ഇവിടേക്ക് കൂടുതലും ഇന്ത്യക്കാർക്ക് പറ്റുന്ന മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയല, മത്തി, ഇത് വാള, മുള്ളുവാള, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അവര് പീസായിട്ട് തരില്ല കേട്ടോ. അവർ ഒരുമിച്ച്
നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. നോക്കിയാൽ ഐസ് കൊണ്ടുപോകണം കേട്ടോ. എവിടെ നോക്കിയാലും ഒരു നീല ബാസ്ക്കറ്റിന്റെ മയം തന്നെയാണ്. അത് ഏതോ ഒരു കമ്പനിയുടെ ആണോ അതോ ഏതെങ്കിലും വ്യക്തിയുടെ ആണോ എന്ന് അറിയില്ല. ഒരു യെല്ലോയും കുറച്ചിങ്ങനെ ഉണ്ട്. ഇവിടെ കണ്ടോ, ആൾക്കാര് മസിരികളാണ്, അവരിരുന്ന് കൊഞ്ച് വൃത്തിയാക്കുന്നുണ്ട്. പോയി വൃത്തിയാക്കിയതിന്റെ ആ തലഭാഗമാണ് ആ കാണുന്നത്. എന്നെ വൃത്തിയാക്കി കാണിച്ചു തന്നു കേട്ടോ കൊഞ്ച്. ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് കൊഞ്ച് വാങ്ങാന്ന് വിചാരിച്ചു. ഞാൻ നോക്കാം വില ചോദിച്ച് അങ്ങനെ, പക്ഷെ ഇവര് അടുക്കുന്നില്ല. ഇവര് കാർട്ടൂൺ കണക്കിനെ കൊടുക്കില്ല. അതായത് ഈ കാണുന്ന ട്രേ ആണ് അവരെൻ്റെ അടുത്ത് പറയുന്നത് 900 റിയാലാണ്, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഞാൻ എന്ത് ചെയ്യാനായി 900 റിയാൽ വാങ്ങിച്ചിട്ട്? ഞാനും ഫാമിലിയും ഒരാഴ്ച കഴിച്ചാലും അത് തീരില്ല. അതുമല്ല ഇത് ഭയങ്കര യൂറിക് ആസിഡ് പ്രശ്നമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ചൂട് സമയത്ത് ഇത്രയും കഴിച്ചാൽ നമ്മൾ യൂറിക് ആസിഡ് കയറി തകർന്നു പോകുന്നതാണ്. ഞാൻ ഇയാളുടെ അടുത്ത് വില ചോദിച്ചപ്പോൾ പുള്ളി അറബിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കേണ്ടത് 800 റിയാലാണ്, നീ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും 900 ചോദിച്ചു, 800 തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഇത്രയും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു എൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ വന്നിട്ട് കുറേ വാങ്ങി അതിങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് അവിടെ വരെ. ഇതിങ്ങനെ വൃത്തിയാക്കി ഇടുകയാണ്. അതിനെ എനിക്ക് തോന്നുന്ന ഹോട്ടലിലേക്കോ ഏതെങ്കിലും പാർട്ടിക്കോ എന്തിനു വേണ്ടിയിട്ട് ഒരു സൗദി വന്ന് ഓർഡർ ചെയ്തതാണ്. അത് കുറേ ഉണ്ടത്. അത് ഈ കാണുന്ന കൊച്ചിനേക്കാളും ചെറുതാണ്. അപ്പൊ അതിങ്ങനെ അവര് വൃത്തിയാക്കി എടുക്കുകയാണ്. അതേണ്ട വേറെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ വേറെ ഒരാൾ വന്ന് 100 റിയാലിന് 4 കിലോ വാങ്ങി. അപ്പൊ ആ 4 കിലോ പുള്ളി കൊണ്ടുപോയി തൂക്കിയിട്ട് കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ, എനിക്കിത് വേണോ, ഇതെനക്കത്തെ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ ഒരു വില പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വൃത്തിയാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നോക്കാം. ഇതൊക്കെ ഇവിടെ എല്ലാം കൊഞ്ചുണ്ട്, ആവശ്യം പോലെ ഉണ്ട്. ഇതിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് എല്ലാത്തിനകത്തും. ആവശ്യം പോലെ കൊഞ്ചാണ്. ഇപ്പൊ കൊഞ്ചിന്റെ സീസണാണ്. ഇപ്പൊ ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് കൊഞ്ച് പിടിക്കാനായിട്ട് സൗദി ഗവൺമെന്റ് അലോഡ് കൊടുത്തത്. അതിനു മുമ്പ് കൊഞ്ച് പിടിക്കാൻ പാടില്ലായിരുന്നു. കുറെ നമ്മുടെ നാട്ടിലതുപോലെ മീൻപിടുത്തം നിർത്തി വെച്ചിരുന്നു ഒരു 2 മാസം. ആ സമയത്ത് കൊഞ്ച് ഒന്നും പിടിക്കാൻ പാടില്ല. കൊഞ്ചിന് പിടിച്ചു കഴിഞ്ഞാൽ അപ്പ ഫൈനും കൊടുത്ത് ജയിലിലും ആവും. ഇവിടെ ഉണ്ടാവും വലിയ വലിയ നെയ്മീനുണ്ട്. ഇതൊക്കെ വലിയ നെയ്മീൻ ഇവിടത്തൊക്കെ വേണം. ഈ നമ്മൾ പറഞ്ഞില്ലേ, മലയാളികൾ എടുക്കുന്ന സ്ഥലത്തൊന്നും ഈ ചെറിയ മീനുകളാണ് കൂടുതലും. ഇതുണ്ടാവും ഓലക്കണവ, കല്ലം കണവ, ഇതെല്ലാം നമ്മളെ മലയാളീസ് കഴിക്കുന്ന മീനുകളാണല്ലോ കൂടുതലും. ഇവിടെ കിളിമീനൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കിളിമീനും ഇരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ നെയ്മീനുകളാണ് ഇതിനകത്ത് കിടക്കുന്നതൊക്കെ ഉണ്ടാവും. നെയ്മീനൊക്കെ ഇവിടെ ചീപ്പറാണ്. ഒരു കിലോ 20 റിയാലുണ്ട്. ഒരുവിധം മീഡിയം സാധനങ്ങൾ. വലുതാകുമ്പോഴത്തേക്കും കുറച്ച് വില ഉണ്ടാവും. എന്നാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും ഒരു കിലോയ്ക്ക് എത്ര 70-80 റിയാലൊക്കെയാണ് വാങ്ങുന്നത് വലിയ സൈസിന്. ചെറിയ സൈസിനൊക്കെ തന്നെ അതിലും നമ്മൾക്ക് നല്ലത് 60 റിയാല് 50 റിയാലൊക്കെ വാങ്ങും. ഈ സൈസിനൊക്കെ 50 റിയാലൊക്കെ വാങ്ങും. ഇതാണെന്നുണ്ടെങ്കിൽ അവർ 70-80 റിയാലൊക്കെ ഇങ്ങനെ വാങ്ങും. ഇതൊക്കെ ഫ്രഷ് ആണ് കേട്ടോ. അതെല്ലാം ഇപ്പം കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവർ ലേലം വിളിച്ച് വിറ്റതാണ്. എന്തായാലും ഞാൻ എത്തിയപ്പോൾ ലേലം വിളി കാണാൻ പറ്റിയില്ല. ലേലം വിളിക്ക് കുറച്ച് ലേറ്റായി വരുന്നത്. നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ലേലം വിളി എല്ലാം കഴിഞ്ഞു. ഇവിടെ എല്ലാം ഇങ്ങടാ ആവശ്യം പോലെ ഞണ്ട് വാരി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഇനി രാത്രി ഇവരെല്ലാം പാക്ക് ചെയ്ത് പോയതിനു ശേഷം ഇവിടെ ആൾക്കാർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി ഇടും നാളത്തേക്ക് വേണ്ടിയിട്ട്. എല്ലാം ടേബിളുകൾ അത് ഇതെല്ലാം ക്ലീൻ ചെയ്യും. വെള്ളം അടിച്ച് നോക്കിയാൽ പൂച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് ഒരു മത്സ്യം അതിന് വേണ്ട. അതാണ് ഇങ്ങനെ. ഈ ഫ്രണ്ടിൽ കാണുന്നത് കടലാണ് കേട്ടോ. ആ കടലാണ് കാണുന്നത്. അതിന്റെ അക്കരെയാണ് ലൈറ്റ് എല്ലാം കാണുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, കടലിന്റെ നടുക്കാണ് ഈ മീൻ മാർക്കറ്റ് ഉള്ളത്. പറയുമ്പോ ഈ വേസ്റ്റുകളൊക്കെ കഴുകി വിട്ടാൽ നേരെ കടലിലേക്ക് തന്നെ കളയാൻ പറ്റും. അത് കാരണം വേറെ ഇനി വലതിയ വേസ്റ്റുകളൊന്നും കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള സ്ഥലമൊന്നും നോക്കണ്ട. ഇതെല്ലാം കടലിലേക്ക് തന്നെ പോകും. കടലിൽ നിന്ന് കൊണ്ടുവന്ന അതിന്റെ വേസ്റ്റുകളെല്ലാം കടലിലേക്ക് തന്നെ പോകും. ഈ മത്സ്യമൊക്കെ വേറെ വേസ്റ്റിൽ തട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കൊഞ്ചിന്റെ തലയൊക്കെ അവർ ക്ലീൻ ചെയ്തെടുക്കുന്നില്ല. അതെല്ലാം വേസ്റ്റിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് കടലാണ് കേട്ടോ. കടലിന്റെ അക്കരെയുള്ള ലൈറ്റാണ് കാണുന്നത്. ആ മീൻ മാർക്കറ്റിന്റെ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇങ്ങനെ വെക്കുന്നത്. ഇത് കണ്ടോ, ഒരു ജാതി പ്ലാസ്റ്റിക് കലർന്നുള്ള ഒരു സാധനമാണ്. ചൂടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു കെട്ടിയിരിക്കുക. 3 ഇതായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇതൊരു അറൗണ്ട് ഒരു 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം വരും കേട്ടോ ഈ മീൻ മാർക്കറ്റ്. മീൻ മാർക്കറ്റ് അല്ല, ഈ ലേലം വിളിക്കുന്ന ഭാഗം. മീൻ മാർക്കറ്റ് വലുതാണ്. അവിടെ കടകളും ഹോട്ടലുകളും മീൻ ചുട്ടു കൊടുക്കുന്നതും കരിച്ചു കൊടുക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും അങ്ങനെ ആയിട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഒക്കെ ഇവിടെ മൊത്തം കണ്ട ആൾക്കാർ മീൻ ഇങ്ങനെ പാക്ക് ചെയ്യുക. ഓരോരോ ആൾക്കാരായിട്ട് വാങ്ങിച്ച് അത് തരം തിരിച്ച് പാക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാനൊക്കെ പോലെ കൊഞ്ചുണ്ടെന്നൊക്കെ
എല്ലാം കടൽ കൊഞ്ചാണ്, അല്ലാതെ ഫാമിലെ കൊഞ്ചല്ല കേട്ടോ. അതായത് ജൂലൈ വരെ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് ഫാം കൊഞ്ചാണ്. ഇപ്പൊ എന്തായാലും ഫാമിലെ കൊഞ്ചില്ല. ഇനിയിപ്പോ ഏതാണ്ടും ജനുവരി 1-ാം തീയതി വരെയോ ഡിസംബർ 31-ാം തീയതി വരെയോ കൊഞ്ച് പിടിക്കാൻ തോന്നും. അത് കഴിഞ്ഞാൽ കൊഞ്ച് പിടിക്കാൻ പാടില്ല, അങ്ങനെയാണ്. ജനുവരി 1-ാം തീയതി വരെയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഐസ് ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കൂടുതലും ഐസിന്റെ ബിസിനസ്, പിന്നെ അതുപോലെ തന്നെ ആളുകൾ മീനെടുക്കാൻ വന്നത്, ഇതിങ്ങനെ കുറേ പല പല രീതിയിലുള്ള ബിസിനസ് നടക്കാണ്. കുറെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്. മലയാളികള്, ബംഗാളികള്, പിന്നെ അത് കഴിഞ്ഞ് പാകിസ്ഥാനി, പിന്നെ ഈജിപ്ഷ്യൻസ്, അങ്ങനെ ഓരോരോ ടീമായിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മളിപ്പോ ഈ കയറി പോകുന്ന ആദ്യം ഭാഗത്ത് കാണുന്ന മൊത്തം മലയാളികൾ. പക്ഷെ ഞാൻ മലയാളികളുടെ അടുത്ത് പോയില്ല. എന്തായാലും പിന്നെയും ഞാൻ തിരിച്ചിവിടെ വന്നു. ഞാൻ കൊഞ്ച് വാങ്ങി, 4.5 കിലോ കൊഞ്ച് 100 റിയാൽ കേട്ടോ. ഇങ്ങനെ എന്റെ കൊഞ്ചാണ് അവര് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് തുടങ്ങി, ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവർ ഇടുകയാണ് ഒരു സൈഡില്. ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വരും. അരമണിക്കൂർ നിൽക്കുമ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്ത് തരും. പക്ഷെ അത് കുടലൊന്നും എടുക്കില്ല കേട്ടോ. കുടലൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ എടുക്കേണ്ടി വരും. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.